പിന്മാറാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്മാറും? നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കത്തിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പിന്മാറും. ഞാൻ പറഞ്ഞ തീരുമാനം മാറുമോ? ഞാൻ ചോദിച്ച തീരുമാനം മാറുമോ? അതല്ലേ ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പിന്മാറും? ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര? ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം. സബ് കമ്മിറ്റി അവിടെയല്ലേ ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒച്ചത്ത് ചോദിച്ചാൽ ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ? PM ശ്രീയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ P. അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരം സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അതിൽ ഔദ്യോഗികമായി കമന്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റിന്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് അറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ കക്ഷിയില്ലാത്തൊരു കാര്യത്തിലും പറയേണ്ട കാര്യമില്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞാൽ സാഹിബ് നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഷംസു ഉണ്ടായിരുന്നു, അവനോട് സംസാരിച്ചോളൂ അദ്ദേഹത്തോടെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവരാണ് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആ ക്യാബിനറ്റിലെ ഒരു അംഗം മാത്രമാണ്. ആ ക്യാബിനറ്റിന് എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ പറയേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റ് അംഗം എന്നുള്ള നിലക്ക് ഞാനെന്താണോ പറയേണ്ടത് ഞാനത് ക്യാബിനറ്റിൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് അതെ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ആവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ക്ലാരിറ്റിയും അതെങ്ങനെ പറയണമെന്ന് അറിയുന്നതുകൊണ്ടും നിങ്ങളത് പിന്നെയും പിന്നെ ചർച്ച ചെയ്യുന്നുള്ള സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. അതത്ര റെലവന്റ് ആണെന്നുള്ളതുകൊണ്ടല്ലേ അത് കുഴപ്പമില്ല. സബ് കമ്മിറ്റി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ UDF കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നു സർക്കാർ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത്. അതൊരു വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടല്ലേ? അല്ല, ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു സബ് കമ്മിറ്റി പുറത്തു വരുന്നവരെ പറയില്ല. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ പിന്നെ വല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാർ ബ്രിട്ടീസും ജലീലൊക്കെ അടക്കം ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മന്ത്രിസഭയിൽ ചെയ്ത പണി എന്താ? വളരെ കൃത്യമായി ഒരു സർക്കാർ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അത് റിയാലിറ്റിയാണ്. സർക്കാർ നിങ്ങൾക്ക് ആർക്കും അഭിപ്രായം ഉണ്ടോ ഒപ്പുവെച്ചില്ല എന്ന്? ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പുവെച്ചവരെ അഭിപ്രായം പറയാതെ ആ ഒപ്പ് മായ്ച്ചു കളയാൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഏത് തരത്തിലാണ് സ്റ്റേറ്റിന്റെ ഒരു മതേതര പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഒപ്പുവെച്ചവർ ഇപ്പോൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒപ്പുവെച്ചിട്ട് രണ്ടാമത് വന്ന സർക്കാരിലെ ഞങ്ങളോട് വന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവൻകുട്ടി ഒപ്പുവെച്ചതല്ലേ? CPI അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഇടതുപക്ഷത്തിന് അതിൽ റോളില്ല എന്ന് ഇടതുപക്ഷം CPM അടക്കം ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ഒപ്പുവെച്ചത് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് അതിന്റെ പൊളിറ്റിക്സ് സംസാരിച്ചത്. ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സബ് കമ്മിറ്റി പിന്മാറാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്മാറും? നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കത്തിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പിന്മാറും. ഞാൻ പറഞ്ഞ തീരുമാനം മാറുമോ? ഞാൻ ചോദിച്ച തീരുമാനം മാറുമോ? അതല്ലേ ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പിന്മാറും? ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര? ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം. സബ് കമ്മിറ്റി അവിടെയല്ലേ ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒച്ചത്ത് ചോദിച്ചാൽ ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ?